അധ്യായം 3. ഞാൻ ഒന്ന് ഹോൺ അടിച്ചിട്ട് മെല്ലെ സൈഡ് ഗ്ലാസ് താഴ്ത്തി. അപ്പോഴാണ് ആതിര മാമിന് കാറിൽ ഇരിക്കുന്നത് ഞാനാണെന്ന് മനസ്സിലായത്. ഞാൻ പറഞ്ഞു, മാം, വന്ന് കയറൂ. മാം ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഡാസാം, നിന്റെ കയ്യിൽ ഇവിടെ കാറുണ്ടോ? ഞാനൊന്ന് പുഞ്ചിരിച്ചു. മാം തുടർന്നു, കോളേജ് ഹോസ്റ്റലിൽ കാർ, അതും മേഴ്സിഡസ്. അപ്പോൾ താൻ ഒരു റിച്ച് കിഡ് ആണല്ലേ? ഞാൻ വീണ്ടും പുഞ്ചിരിച്ചു. മാം ആകെ അമ്പരന്നിരിക്കുകയാണ്. പെട്ടെന്ന് മാം സൈലന്റ് ആയി. ഞാൻ പതിയെ മാമിന്റെ കൈയിൽ തട്ടിയിട്ട് ചോദിച്ചു, എന്താ പെട്ടെന്നൊരു സൈലൻസ്? ഞാൻ കൈയിൽ തട്ടി സംസാരിച്ചിട്ടും മാം ഇഷ്ടക്കേടൊന്നും കാട്ടിയില്ല. പതിയെ പതിയെ അടുക്കാം എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ഞാൻ കാർ പതുക്കെ ചലിപ്പിച്ചു തുടങ്ങി. ആതിര മാം ഒന്നും മിണ്ടാതെ ഇരിപ്പാണ്. ഞാൻ വീണ്ടും ചോദിച്ചു, എന്തുപറ്റി? വല്ലാത്തൊരു സൈലൻസ്. മാം, എന്താ പറയാ ഞാൻ? നീ റിച്ച് കിഡ് ആണെന്നറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ? ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്താ? മാം, ഞാനിത്രയ്ക്ക് ക്ലോസ് ആവില്ലായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. റിച്ച് ആണെങ്കിൽ സംസാരിക്കാൻ പാടില്ലേ, അതോ അടുക്കാൻ പാടില്ലേ? മാം പറയാനായി തുടങ്ങി, അങ്ങനെയല്ലടാ. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, അതൊക്കെ വിട്ടുകള മാം. ആതിര മാം ഒന്ന് മൂളിയിട്ട് വെളിയിലേക്ക് നോക്കിയിരുന്നു. ഞാൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ആതിര മാമിനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. സൈഡിൽ നിന്നുള്ള ആ കാഴ്ചയിൽ മാമിന്റെ പ്രൊഫഷണൽ ലുക്ക് വളരെ ആകർഷകമായിരുന്നു. എന്റെ വായിൽ നിന്ന് അറിയാതെ ഹൗ എന്ന് വന്നതും ആതിര മാം എന്റെ മുഖത്തേക്ക് നോക്കിയതും ഒന്നിച്ചായിരുന്നു. മാം, എന്താടാ? എന്തുപറ്റി? ഞാൻ ഒന്നുമില്ല. ഈ സൈലൻസ് സഹിക്കുന്നില്ലാട്ടോ. മാം, എന്റെ സൈലൻസ് കൊണ്ട് നിനക്കെന്താ പ്രശ്നം? അതൊക്കെയുണ്ട്. മാം, എന്താണേലും പറ. ഞാൻ കേൾക്കട്ടെ. മാമിത്ര ഫ്രണ്ട്ലി ആയി നിന്നിട്ട് പെട്ടെന്ന് അകന്ന പോലെ. എന്തോ ഒരു വല്ലാത്ത സങ്കടം. ഞാൻ വിഷാദഭാവം നിറച്ച മുഖത്തോടെ പറഞ്ഞു. മാം, അയ്യോ, സോറി ഡാ. ഞാൻ ഇനി സൈലന്റ് ആവില്ല. താങ്ക് യു. മാം തുടർന്നു, നിനക്കിത്ര വലിയ കാറൊക്കെ ഉണ്ടായിട്ടും എന്താടാ ഒരു ലൈൻ ഇല്ലാത്തത്? ലൈൻ ആക്കാൻ നോക്കാത്തതുകൊണ്ട്. മാം, അതെന്താ? നിനക്ക് ആരോടും താൽപ്പര്യം തോന്നിയിട്ടില്ലേ? അതൊക്കെ വഴിയേ മനസ്സിലാവുമല്ലോ. എന്താ നിങ്ങൾക്ക് ഇതൊന്നുമില്ലേ? ഞങ്ങൾ അപ്പോഴേക്കും ടൗണിലെത്തി. സാധനങ്ങൾ വാങ്ങിക്കാനായി ആരംഭിച്ചു. പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും 8 മണി ആയിരിക്കുന്നു. കാറിൽ കയറ്റിയപ്പോൾ മാം, 8 മണി കഴിഞ്ഞില്ലേ? നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയാലോ? നിനക്ക് ഹോസ്റ്റലിൽ കയറാൻ ടൈം പ്രശ്നമാകുമോ? എനിക്ക് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ അടുത്ത് നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ നിന്നും ഭക്ഷണം കഴിക്കാം. മാം, ഫുഡിന്റെ ക്യാഷ് നീ പേ ചെയ്യുമെന്നാണെങ്കിൽ പിന്നീടൊരിക്കലും ഞാൻ നിന്നോട് മിണ്ടില്ല. ഇങ്ങനെയൊന്നും ലോക്ക് ഇടല്ലേ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി കയറി. ആതിര മാം ചോദിച്ചു, ഡാ, സത്യം പറ. എത്ര പെൺകുട്ടികളോടൊപ്പം നീ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്? അങ്ങനെ പോകാൻ ഇതുവരെ ആരെയും സെറ്റായി കിട്ടിയിട്ടില്ല. മാം, ഡാ, കള്ളം പറയല്ലേ. സത്യമായിട്ടും. മാഡം ഇങ്ങനെ തനിച്ച് ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടോ? മാം, ഉണ്ട്. എന്റെ കോളേജ് ഫ്രണ്ട്സ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തു പോയിട്ടാണ് കഴിക്കാറ്. മാമിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ചാൻസ് കിട്ടുന്നത് ഭാഗ്യം തന്നെയാണ്. മാം, അപ്പോൾ നീ എന്നോടൊപ്പം ഇരുന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത്? അത് ഫ്രണ്ട് ആയിട്ടല്ലോ. നിങ്ങൾ എന്റെ ടീച്ചർ അല്ലേ? ഫ്രണ്ട്ഷിപ്പ് വേറെ തന്നെയല്ലേ? അപ്പോൾ മാം കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു, കൈക്കോട്. ഇനി മുതൽ നമ്മൾ ഫ്രണ്ട്സ്. ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ നിന്റെ ടീച്ചർ. പക്ഷേ മറ്റു സമയങ്ങളിലെല്ലാം നീയും ഞാനും ഫ്രണ്ട്സ്. അഗ്രി? ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് അഗ്രി എന്ന് പറഞ്ഞു. മാം, ഞാനും നീയും മാത്രമാവുമ്പോൾ ഇനി ഈ മാം ടീച്ചർ വിളിയൊന്നും വേണ്ട. ആതിര എന്ന് വിളിച്ചാൽ മതി. ചിരിച്ചുകൊണ്ട് തലയാട്ടി, ശരി ആതിര. ഞങ്ങൾക്കിടയിൽ നല്ലൊരു ബോണ്ട് ഉണ്ടാകുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചോദിച്ചു, ഇന്ന് എന്ത് ധൈര്യത്തിലാണ് എന്റെ കൂടെ പോന്നത്? ഇന്നല്ലേ എന്നെ പരിചയപ്പെട്ടിട്ടുള്ളൂ. മാം, അതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. നിന്നെ കണ്ടപ്പോ, സംസാരിച്ചപ്പോ, ഇന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്തപ്പോ എല്ലാം എനിക്ക് നിന്നോട് ഒരു വിശ്വാസം വന്നു. മാം തുടർന്നു, പിന്നൊരു കാര്യം.
ഞാൻ അങ്ങനെ ആരുടെയും അടുത്ത് പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ആകുന്ന ടൈപ്പല്ല. ഇങ്ങനെ ആരുടേലും കൂടെ പോകാറുമില്ല. ഇനി നീ ഇതൊക്കെ വെച്ച് മോശം പെണ്ണായി കാണരുത്. ഞാൻ സോറി. എന്നെ വിശ്വാസമുണ്ടോ എന്നറിയാൻ ചോദിച്ചതായിരുന്നു. എന്നെ തെറ്റിദ്ധരിക്കരുത്. മാം, അയ്യോ. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചിട്ടില്ല. നീ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യല്ലേ. യു ആർ മൈ ബെസ്റ്റ് ഗുഡ് ഫ്രണ്ട്. ഐ റിയലി ലൈക്ക് യു. നിന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് നിന്നെയും ഇഷ്ടമായി. മാം, എപ്പോഴും ഈ പുഞ്ചിരി മുഖത്ത് വേണം. അതിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ആരും അട്രാക്റ്റഡ് ആവും. ഈ ആകർഷണമാണ് നിന്റെ പോസിറ്റീവ്. ഞാൻ എന്താ? എനിക്ക് വല്ലവരെയും സെറ്റ് ആക്കിത്തരാൻ പ്ലാൻ ഉണ്ടോ? മാം, അയ്യടാ. ഇനി ആരും സെറ്റ് ആവണ്ട. തൽക്കാലം എന്റെ ഫ്രണ്ട് ആയിട്ടിരിക്കെ. നമുക്ക് ഇന്നൊവേഷൻ സെല്ലിന്റെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ കാറിൽ കയറി ഹോസ്റ്റലിലേക്ക് യാത്ര തിരിച്ചു. പെട്ടെന്ന് ഗിയറിന് മുകളിൽ വെച്ചിരുന്ന എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആതിര ചോദിച്ചു, എടാ, നീ ഓക്കേ അല്ലേ? നിന്റെ സംസാരം കുറഞ്ഞല്ലോ. ഞാൻ ഒന്നുമില്ല. ഞാൻ ഓക്കേ ആണ്. മാം എന്റെ കയ്യിൽ തഴുകിക്കൊണ്ടാണ് ചോദിച്ചത്. ഞാൻ അതേ എന്ന് ഉത്തരം പറഞ്ഞു. ആതിര എന്റെ കയ്യിൽ നിന്നും കൈ എടുക്കാതെ ഇന്നൊവേഷൻ സെല്ലിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഹോസ്റ്റലിന് മുന്നിലെത്തി. ആതിര എന്റെ കൈ ഒന്ന് മുറുക്കി പിടിച്ചിട്ട് ചോദിച്ചു, നീ ശരിക്കും ഓക്കേ അല്ലേടാ? ഞാൻ അതേ എന്ന് മറുപടി പറഞ്ഞു. ആതിര, ഞാൻ ഇറങ്ങട്ടേടാ. നീ എപ്പോഴും ഹാപ്പി ആയിരിക്കണം ട്ടോ. ഞാൻ, ശരി, നിങ്ങളും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. ആ സമയത്ത് ആതിര എന്റെ കണ്ണുകളിലേക്ക് വല്ലാത്തൊരു നോട്ടമായിരുന്നു. ഞാൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി പർച്ചേസ് ചെയ്തെല്ലാം എടുത്തുകൊടുത്തു. ആതിര ബൈ ഗുഡ് നൈറ്റ് പറഞ്ഞ് അകത്തേക്ക് പോയി. ഞാൻ ഹോസ്റ്റലിലെത്തിയപ്പോഴേക്കും 9:30 കഴിഞ്ഞിരുന്നു. ടെറസിൽ സിഗരറ്റ് വലിച്ചിരിക്കുമ്പോഴാണ് ആതിരയുടെ കാൾ വന്നത്. ഞാൻ, ഹായ് ആതിര. എന്തു പറ്റി? കാറിൽ എന്തേലും വെച്ച് മറന്നോ? ആതിര, ഒന്നുമില്ലടാ. ഞാൻ ഒന്ന് ഫ്രഷ് അപ്പ് ആവുകയായിരുന്നു. നിന്നോട് ബൈ പറഞ്ഞു പോന്നപ്പോൾ നിന്നെ ഒരു മിസ്സിംഗ് പോലെ. അതുകൊണ്ട് വിളിച്ചേക്കാം എന്ന് കരുതി. നീ എന്തെടുക്കുവാ? ഞാൻ ഹോസ്റ്റൽ ടെറസിൽ വന്നിരിക്കുവാ. ആതിര, അവിടെ നിനക്കെന്താ പണി? ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയായിരുന്നു. നമ്മളെന്നും ഇങ്ങനെ ഫ്രണ്ട്സ് ആയാൽ കൊള്ളാം അല്ലേ? ആതിര, എന്താ നീ പറയുന്നത്? നീ ഈ ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കി പോകാനാണോ പ്ലാൻ? ഞാൻ ഒഴിവാക്കരുതെന്ന്. എന്റെ ബെസ്റ്റി ആക്കിയാലോ എന്ന് ചിന്തിക്കുകയാ. ആതിര, ഡാ. നീ ഇപ്പോഴത്തെ മോഡേൺ ബെസ്റ്റി ആണോ ഉദ്ദേശിച്ചത്? നീ ഇത്രക്കൊക്കെ ചിന്തിച്ചോ? അതും ടെറസിൽ വന്നിരുന്നൊക്കെ. ഇനിയും എന്തൊക്കെയാ ചിന്തിച്ചത്? കേൾക്കട്ടെ. ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. അത്രയേ ചിന്തിച്ചുള്ളൂ. ആതിര ചിരിച്ചുകൊണ്ട്, ഇത്ര നേരം നീ ഇതായിരുന്നോ ചിന്തിച്ചത്? എന്തായാലും നീ ആൾ കൊള്ളാം. അപ്പോഴേക്കും എന്നെ ബെസ്റ്റിയാക്കി. നോക്കാം നമുക്ക്. നിന്നെക്കുറിച്ച് ഒന്നുകൂടെ മനസ്സിലാക്കട്ടെ. ഞാൻ, ചിന്തിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ആതിര, നീ ചിന്തിച്ചത് ഇരുന്ന് പൂർത്തിയാക്കിക്കോ, ഞാൻ പോയി ഉറങ്ങട്ടെ. ഞാൻ ഓക്കേ പറഞ്ഞു. ആതിര ഗുഡ് നൈറ്റ് പറഞ്ഞു വെച്ചു. ഞാൻ സിഗരറ്റ് വലിച്ചു മുഴുവനാക്കി താഴേക്ക് പോയി. രാവിലെ 7 മണിക്ക് ആതിരയുടെ കാൾ കേട്ടാണ് ഞാൻ ഉണർന്നത്. ഗുഡ് മോർണിംഗ്. നീ എഴുന്നേറ്റ് റെഡി ആയി കാന്റീനിലേക്ക് വാ. നമുക്ക് ഒന്നിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇറങ്ങുമ്പോൾ വിളിക്കണം. ഞാൻ കുളിച്ച് റെഡിയായി 8:30 ആയപ്പോഴേക്കും കാന്റീനിൽ എത്തി. വൈറ്റ് ബ്ലൗസും ബ്ലാക്ക് സാരിയും ധരിച്ച ആതിര അവിടെ എത്തിയിരുന്നു. ഷേപ്പ് എടുത്തു കാണിക്കുന്ന ആ വേഷം എന്നെ ആകർഷിച്ചു. ഞാൻ പെട്ടെന്ന് അടുത്തേക്ക് ചെന്നു. ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾ ഇരുന്നു. ഞാൻ കണ്ണെടുക്കാതെ ആതിരയെ നോക്കി. ഇത് കണ്ട ആതിര, ഡാ. ഇത് കാന്റീൻ ആണ്. ഞാൻ നിന്റെ ഫ്രണ്ട് അല്ല ഇവിടെ. ഇവിടെ ഞാൻ നിന്റെ പ്രൊഫസർ ആണ്. മറക്കണ്ട. ഞാൻ എന്റെ ഫ്രണ്ട് ആണെന്ന് കരുതി നോക്കിയതാ. ആതിര, ഉവ്. മനസ്സിലായി. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നു. സ്റ്റാഫ് റൂമിലിരുന്ന് ഞങ്ങൾ ഇന്നൊവേഷൻ സെല്ലിന്റെ ഡോക്യുമെന്റ് എഴുതാൻ തുടങ്ങി. ഇടയ്ക്ക് എന്റെ കണ്ണുകൾ ആതിരയുടെ കഴുത്തിന് താഴേക്ക് ഓടുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ആതിര കാണുന്നുണ്ടെന്ന് എനിക്കും മനസ്സിലായി. ഒരു പേന താഴെ വീണപ്പോൾ അതെടുക്കാൻ ആതിര കുനിഞ്ഞപ്പോൾ ഞാൻ അത് ശ്രദ്ധിച്ചു.
പെട്ടെന്ന് പുറത്ത് ആരോ വരുന്ന ശബ്ദം കേട്ടപ്പോൾ ആതിര സാരി ശരിയാക്കിയിട്ടു. ഞാൻ കാണുന്നതിൽ അവൾക്ക് എതിർപ്പില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ വൈകുന്നേരത്തോടെ എഴുത്തുകൾ തീർത്ത് ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്തു. ചായ കുടിച്ച് ഞാൻ അവളെ ഹോസ്റ്റലിലേക്ക് ആക്കിക്കൊടുത്തു. ഹോസ്റ്റൽ ഗേറ്റ് കടക്കുമ്പോൾ തിരിഞ്ഞുനിന്ന് ആതിര പറഞ്ഞു, സാം, നമുക്ക് ചുമ്മാ പുറത്തൊന്ന് കറങ്ങിയാലോ? ഞാൻ കാറുമായി ലേഡീസ് ഹോസ്റ്റലിനടുത്ത് പാർക്ക് ചെയ്യുമ്പോഴാണ് ആതിരയുടെ കാൾ വന്നത്. റെഡ് കളർ കുർത്തിയും ബ്ലാക്ക് പാന്റും ആയിരുന്നു വേഷം. കുർത്തി നല്ല ഫിറ്റിംഗ് ആയിരുന്നു. ശരീരാകൃതി വ്യക്തമാക്കുന്ന ആ വേഷത്തിൽ അവൾ അതിമനോഹരിയായിരുന്നു. ഞാൻ കാർ നേരെ ടൗണിലെ ഒരു മാളിലേക്ക് വിട്ടു. യാത്രയിൽ ആതിര എന്റെ കയ്യിൽ പതുക്കെ പിടുത്തമിട്ടു. ഞങ്ങൾ മാളിൽ നടന്നു, ഫുഡ് കോർട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചു. ആതിര ഇപ്പോൾ എന്റെ സൈഡിൽ എന്നോടൊപ്പം ഇരുന്നു. മനഃപൂർവ്വം ഓരോ കാരണങ്ങളുണ്ടാക്കി ഞങ്ങൾ പരസ്പരം തട്ടുകയും ഇടിക്കുകയും ചെയ്തു. ഞങ്ങൾക്കിടയിലെ അടുപ്പം കൂടിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് മടങ്ങി. യാത്രയിൽ മുഴുവൻ ആതിരയുടെ കൈ എന്റെ കൈക്ക് മുകളിലായിരുന്നു. ഞാൻ റൂമിലെത്തിയ ഉടൻ ആതിര വിളിച്ചു, എപ്പോഴാ ടെറസിലേക്ക് പോകുന്നത്? ഞാൻ ഇപ്പോൾ പോകുമെന്ന്. ആതിര, നീ മുകളിലെത്തിയാൽ എന്നെ വിളിക്കണം. ഞാൻ ടെറസിലേക്ക് പോയി. ചുറ്റും നോക്കി, ആരുമില്ല, ഞാൻ തനിച്ചാണ്. ഞാൻ ഫോണെടുത്ത് ആതിരയെ വിളിച്ചു. കാൾ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ സംസാരം തുടങ്ങി. ആതിര, ഈ നിയമാവലി ഇത്രയ്ക്ക് കർശനമാക്കിയാൽ പ്രിൻസി സമ്മതിക്കുമോ? ഞാൻ, അതൊക്കെ സമ്മതിക്കും. ഇതിലും വലുതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കണ്ടീഷൻസ്. ആതിര, അതല്ല എന്റെ സംശയം. ഇങ്ങനായാൽ നമ്മളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടാകുമോ? അതോ നമ്മൾ തനിച്ചാവാനാണോ നീ ഇത്രയ്ക്ക് കർശനമാക്കിയത്? ഞാൻ, നമ്മൾ എന്തിനാ ഒറ്റയ്ക്ക്? ഞാനിങ്ങനെ പറഞ്ഞതും ആതിരയുടെ മറുപടി വന്നു, നിന്റെ നോട്ടമൊക്കെ ഞാൻ കാണാറുണ്ട്. പിന്നെ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒന്നും പറയാത്തതാ. ഞാൻ, ഉവ്വ്. നിങ്ങൾ കണ്ടത് ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ പൊട്ടിച്ചിരിച്ചു. ആതിര, ഡാ. വേണ്ട. എന്നെ കളിയാക്കുന്നോ? ഞങ്ങൾ ചിരിച്ചും കളിച്ചും പല വിഷയങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നു. ആതിര നന്നായി അടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ആതിര, അതിനെന്താ? ഇനി നിന്റെ അടുത്ത് എനിക്കൊന്നും മറച്ചുവെക്കേണ്ട കാര്യമില്ല. നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ. നിങ്ങൾക്ക് ഇതുവരെ ഒരു റിലേഷനും ഉണ്ടായിട്ടില്ലേ? നിങ്ങളെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ? ആതിര, ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ആർ പറഞ്ഞു? ഞാൻ ഇപ്പോൾ ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഞാൻ അപ്പോൾ ഉണ്ടായിരുന്നല്ലേ? ആരായിരുന്നു? എന്നിട്ടെന്തേ ബ്രേക്കപ്പ് ആയത്? ആതിര, എടാ, ഞാൻ നിന്റെ ബെസ്റ്റി അല്ലേ? ബെസ്റ്റിയുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കണം. ഞാനെല്ലാം തുറന്നു പറയാം. ഉടനെ ഞാൻ നിനക്ക് എന്നെ വിശ്വാസമുണ്ടേൽ മാത്രം മതി. അപ്പോൾ ആതിര പറഞ്ഞു, എനിക്ക് നിന്നെ വിശ്വാസമാണെടാ. അതോണ്ടല്ലേ ഞാൻ നിന്നോടിത്ര അടുത്ത് ഇടപഴകുന്നത്. എന്നാൽ പറ, കേൾക്കട്ടെ എന്ന് ഞാനും പറഞ്ഞു. ആതിര തുടർന്നു, ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഒരു സീനിയർ എന്നെ പ്രൊപ്പോസ് ചെയ്തു. പേര് പറയുന്നില്ല. അവൻ എപ്പോഴും എന്റെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കവനോട് ഒരു ചെറിയ ഇഷ്ടം തോന്നി. അങ്ങനെയാണ് ഞങ്ങളുടെ റിലേഷൻ തുടങ്ങിയത്. പിന്നീടതൊരു വർഷം തുടർന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിക്കുന്നതും വെളിയിൽ പോകുന്നതുമെല്ലാം. പലപ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവൻ എന്റെ കൈയിലും ഷോൾഡറിലുമെല്ലാം കൈവെക്കാറുണ്ടായിരുന്നു. നിന്നോടായകൊണ്ട് പറയാം, പിന്നീട് ചില സമയങ്ങളിൽ അവൻ എന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ വസ്ത്രത്തിന് മുകളിലൂടെ സ്പർശിക്കാനാരംഭിച്ചു. അത് വല്ലാത്ത പേടിയും അസ്വസ്ഥതയും ഉണ്ടാക്കി. അങ്ങനെയിരിക്കെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകാൻ തീരുമാനിച്ചു. അവളുടെ വീട് ദൂരമായതുകൊണ്ട് തലേദിവസം ട്രെയിനിൽ പോകേണ്ടി വന്നു. ഞങ്ങൾ വേറെ ട്രെയിനിലായിരുന്നു. കുറച്ചു ദൂരം പോയപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് വാഷ്റൂമിനടുത്തേക്ക് വന്നു. അവിടെ ആളില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് അവൻ എന്റെ ചുണ്ടുകളിലേക്ക് അടുപ്പിച്ചു. എന്നിട്ടൊരു ചുംബനം നൽകി. അവിടെ എത്തിയപ്പോൾ എന്റെ ഫ്രണ്ട് റൂം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ സ്വന്തമായി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്റെ എതിർപ്പിന് ശേഷം തൊടില്ല, ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പു തന്നിട്ടാണ് അവൻ എന്നെ ആ റൂമിലേക്ക് കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോൾ അവൻ എന്നെ കെട്ടിപ്പിടിച്ചു. എനിക്കും അത് വല്ലാത്തൊരു ഫീലായിരുന്നു. അവന്റെ കൈകൾ പതുക്കെ എന്റെ ദേഹത്തെല്ലാം തഴുകി നടന്നു. എന്റെ ടോപ്പ് അഴിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ തടഞ്ഞു. അവൻ എന്റെ കഴുത്തിലും നെഞ്ചിലുമെല്ലാം ചുംബനങ്ങൾ നൽകി.
അവൻ എന്നെ ബെഡിൽ കിടത്തി, വസ്ത്രത്തിനു മുകളിലൂടെ നെഞ്ചിലും വയറിലുമെല്ലാം ഉമ്മ വെച്ച് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. പെട്ടെന്ന് ഞാനവനെ തടഞ്ഞു. അവകാശപ്പെട്ട പോലെ അവൻ എന്നെ മുറുക്കി കെട്ടിപ്പിടിച്ചു. ബാക്കി കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്.